ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ ചില പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ സെയിം പ്രോഡക്റ്റ് നമ്മുടെ സിബ്ലിങ്ങോ ഫ്രണ്ട്സോ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാതെ പോയെന്ന്. ഒരിക്കലുമല്ല. ആക്ച്വലി നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാതെ, സ്കിന്നിൻ്റെ കൺസേൺ അറിയാതെ നമ്മൾ റാൻഡമായി പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്കിൻ ടൈപ്പ്, എന്തൊക്കെയാണ് സ്കിൻ കൺസേൺസ്, അതിന് എന്തൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആക്ച്വലി 5 സ്കിൻ ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഓയിലി സ്കിൻ ടൈപ്പ്, ദെൻ ഡ്രൈ സ്കിൻ ടൈപ്പ്, കോമ്പിനേഷൻ, നോർമൽ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. ഇങ്ങനെ 5 ടൈപ്സ് ആണുള്ളത്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാൻ ഒരു സിമ്പിൾ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതിന് വേണ്ട നമുക്ക് ഒരു ജെൻറ്റൽ ക്ലെൻസർ മാത്രം മതി. ജെൻറ്റൽ ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഒരു സോപ്പ് ഫ്രീ ആയിട്ടുള്ള, ഫ്രാഗ്രൻറ്റ് ഫ്രീ ആയിട്ടുള്ള, നോൺ ഫോമി അല്ലാത്ത ക്ലെൻസേഴ്സിനെയാണ് നമ്മൾ ജെൻറ്റൽ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിൾ എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ക്ലെൻസറാണ്. നമുക്ക് ഇഷ്ടമുള്ള വേറെ ബ്രാൻഡ്സും യൂസ് ചെയ്യാം, ലൈക്ക് സെറ്റാഫിൽ, സെറാവെ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ജെൻറ്റൽ ക്ലെൻസർ യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഈ ഫേസ് വാഷ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തു. ഇനി ഒരു 30 to 40 മിനിറ്റ്സ് ഫേസ് ഇങ്ങനെ വെക്കണം. ഫേസിലൊന്നും അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഈ വെള്ളം മാത്രം ഒന്ന് തുടച്ചു കൊടുക്കുക, വേറെ ഫേസിലൊന്നും ചെയ്യരുത്. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് ആയി. ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഓയിലിനെസ് അല്ലെങ്കിൽ ഒരു ഗ്രീസി ഫീലാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒരു ഓയിലി ടൈപ്പ് ആയിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് നോക്കുക. എന്നിട്ട് ടിഷ്യൂവിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിൽ ചെറുതായിട്ട് ഓയിൽ സ്റ്റിക്ക് ചെയ്ത പോലെ നമുക്ക് കാണാൻ പറ്റും. വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇനിയല്ല, നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്ന പോലെ, അല്ലെങ്കിൽ വലിയുന്ന പോലെ, അല്ലെങ്കിൽ സ്കിന്നിൽ ചെറുതായിട്ട് ഒരു വൈറ്റ് കളർ ഫ്ലേക്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്. എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. എൻ്റെ നോസിൻ്റെ ഏരിയാസിലും അതുപോലെ ലിപ്സിൻ്റെ ചുറ്റും വൈറ്റ് പൗഡർ പോലെ സ്കിൻ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. എനിക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഇത്ര വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത്. എൻ്റെ സ്കിന്നിൽ കണ്ടില്ലേ, സ്കിന്ന് നല്ല രീതിക്ക് ടൈറ്റ് ആവുന്നതും ആ സ്കിന്നിലുള്ള ഒരു ഫ്ലേക്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് ഡ്രൈ സ്കിന്നാണ്. ഇത് ഇപ്പം നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിയിലും നോസിൻ്റെ ഏരിയയിലും അതുപോലെ ചിന്നിൻ്റെ ഏരിയയിലും മാത്രമായിരിക്കും ആ ഒരു ഓയിലി ഫീൽ കിട്ടുന്നത്. ബാക്കി ചീക്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോർമൽ സ്കിൻ പോലെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ പോലെ ഫീൽ ചെയ്യാം. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇനി ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല, നോട്ട് ഓവറായിട്ട് ഓയിലി ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല, നോട്ട് ഓവറായിട്ടൊരു ഡ്രൈ ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോർമൽ സ്കിന്നാണ്. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴും, ഏത് പുതിയ പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. നിങ്ങളുടെ സ്കിൻ നല്ല ഇറിറ്റേറ്റഡ് ആവും, റെഡ്നെസ്, പിമ്പിൾസ്, ആക്നെ, ഇച്ചിങ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും. ഇങ്ങനെയുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്കൊരു സെൻസിറ്റീവ് സ്കിന്നാണ്. ഈ സെൻസിറ്റീവ് സ്കിൻ പലപ്പോഴും കോമ്പിനേഷൻ ആയിട്ടാണ് കാണാറ്. ലൈക്ക് ചിലർക്ക് ഒരു ഓയിലി സെൻസിറ്റീവ് സ്കിൻ കാണാറുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ കാണാറുണ്ട്. ഇങ്ങനെയാണ് അധികവും സെൻസിറ്റീവ് സ്കിൻ പ്രസൻറ്റ് ചെയ്യാറ്. ഇനി നമുക്ക് സ്കിൻ ടൈപ്പ് നോക്കി എങ്ങനെ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നിങ്ങൾ ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫോമി ആയിട്ടുള്ള ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ ഒരു സാലിസിലിക് ആസിഡ് സീറം നിങ്ങൾക്ക് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. പിന്നെ നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. പിന്നെ ഫൗണ്ടേഷൻസ് ഓർ പ്രൈമർ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാം മാറ്റ് എഫക്റ്റ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്രീമി ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻറ്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ മോയ്സ്ചറൈസേഴ്സും സീറംസും ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഹൈലൂറോണിക് ആസിഡും സെറമൈഡ്സും ഒക്കെ കണ്ടൻസ് വരുന്ന പ്രോഡക്ട്സ് അധികം ചൂസ് ചെയ്യാം. ഇപ്പോൾ ടോണറിലൊക്കെ സെറമൈഡ് കണ്ടൻറ്റ് വരുന്ന ടോണേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. ആ ടോണർ വെച്ച് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് സ്കിൻ വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതിൻ്റെ കൂടെ ഒരു ഹൈലൂറോണിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള മോയ്സ്ചറൈസർ കൂടെ ലെയർ ചെയ്യുവാണെങ്കിൽ സ്കിൻ എന്തായാലും ഒരു ലോങ് ടൈമിന് തന്നെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുപോലെ ഇവർക്ക് ഹൈലൂറോണിക് ആസിഡ് സീറംസ് ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ് സ്കിൻ കെയർ റൂട്ടീനിൽ.
ആൻഡ് പ്രൈമേഴ്സും ഫൗണ്ടേഷൻസും സൺസ്ക്രീനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡ്യൂയി എഫക്റ്റ് കിട്ടുന്ന പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. അതുപോലെ നോർമൽ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സോ ജെൻറ്റിലായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ ഒരു നോർമൽ SPF ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു സെൻസിറ്റീവ് സ്കിന്നുള്ള ആളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രോഡക്ട്സ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഇവരുടെ സ്കിൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് കാരണം ഫേസിൽ ആദ്യം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്ട്രോങ് ആസിഡ്സ് ഇല്ലാത്ത ഫ്രാഗ്രൻറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവരുടെ സ്കിൻ ഇതിനൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ റെറ്റിനോയിഡ്സ് ഉള്ള പ്രോഡക്റ്റൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം റെറ്റിനോയിഡ്സ് ഒക്കെ പെട്ടെന്ന് സ്കിന്നിൽ അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ മാക്സിമം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.